ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടൊരു ചെമ്മീൻ പൊടി ആയാലോ? തേങ്ങയും ഉള്ളിയും ഒന്നും ഇല്ലാത്ത ചെമ്മീൻ പൊടി. അതിനായി ചെമ്മീൻ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെമ്മീൻ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ആവശ്യമായിട്ടുണ്ട്. അത് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ഒന്ന് ചൂടായ ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പാനിന്റെ ചൂടിൽ കിടന്ന് വേണം നമുക്ക് ഈ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. അതിന്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ ഇടുവാണെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ഈ ചമ്മന്തി പൊടിയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഈ ഉണക്കച്ചെമ്മീനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ചെമ്മീൻ പൊടി റെഡിയായി. ഒരു പാത്രം നിറയെ ചോറുണ്ടെന്നതിന് ഈ ഒരു ചെമ്മീൻ ചമ്മന്തി മതിയാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.